എന്നും പറയുന്ന പോലെ മസ്റ്റായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഒരു മാങ്ങയും ഒരു സവാളയും ഒരു 4 മുളക് ചുട്ടതും ഉപ്പുമാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളിയായിട്ടും തയ്യാറാക്കാൻ പോവുകയാണ്. എന്നാൽ പോന്നോളി. ഞാനിങ്ങനെ ഒരു സ്ലൈസറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാനിതെല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. സവാളയും മാങ്ങയാണ് നമ്മുടെ മാങ്ങയൊക്കെ കണ്ടല്ലോ, മാങ്ങയും സവാളയും ഇതേപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മൾ ഈ മാങ്ങ സവാളയും ഇതിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ മുളകും ഉപ്പും ഇതിലുണ്ട് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഞെരടി എടുക്കുക. അതായത് നമ്മുടെ മുളകൊക്കെ നമുക്കൊന്ന് ഞെരടി എടുക്കാം കേട്ടോ. മുളക് നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഞെരടിയാൽ പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമ്മൾ ഈ മാങ്ങയും സവാളയൊക്കെ ചിരകിയെടുക്കണം ആ സമയം കൊണ്ട് ഇത് ചൂടാറിയതാണ് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് നല്ല കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഞെരടി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ ടേസ്റ്റൊന്നും നമ്മൾ പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചുട്ട മുളകാണ്, പിന്നെ അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്, പിന്നെ സവാളയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. കൈ വെച്ചിട്ടൊക്കെ ഞെരടി യോജിപ്പിച്ച് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഏകദേശമൊക്കെ നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് വറവിടാം കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ വറവും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 ഇല്ലി കറിവേപ്പില പൊട്ടിച്ചെടുക്കാം കേട്ടോ. എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് മതി. നമ്മൾ പൊട്ടിച്ചു കൊടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പില, നമ്മുടെ കടുക് വറുത്തിട്ടുള്ള കൂട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട്. അപ്പം നമ്മളിത് കൈ വെച്ചിട്ട് ചെയ്താൽ നമ്മളെ കൈയൊക്കെ പൊള്ളിപ്പോകും. അപ്പം ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ചുടു ചോറിന് എടുക്കാനായിട്ട് ശ്രമിക്കട്ടോ. അപ്പം ഇതേപോലെ ചോറെടുത്തിട്ട് നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഒരു കറികളും നമുക്ക് ആവശ്യമില്ല. കുത്തരി ചോറാണെങ്കിലും വെള്ളച്ചോറാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നും പറയാനല്ല, ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ